എന്താ പറ്റി വല്ല പ്രയാസപ്പെട്ട എന്നോട് മറുപടി പറയും. പാല് കൊടുക്കുമ്പോൾ വല്ല പ്രയാസം കാണിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് പറയുന്നത് പേടിക്കണ്ട, ഞാനിത് പഠിച്ചാണ്, ഞാൻ ശരിയാക്കി തരാം, നീ തന്നാൽ മതി. പക്ഷെ എന്നാലും അമ്മ തരൂല. അമ്മ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുക. എന്നെ പരിചയമൊന്നുമില്ല, അതുകൊണ്ട് പരിചയമുള്ള ആളാണ് ചിലപ്പോൾ തരും. നാളെ നിങ്ങൾ തന്നേക്കും, കാരണം എന്നെ ഇപ്പോൾ കാണുന്നതുകൊണ്ട്. അല്ലെ അമ്മയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ കിട്ടാൻ വല്ല പ്രയാസം, എന്നാലും നിർബന്ധം ചെലുത്തിയിട്ട് ആ കുട്ടിയേക്ക് വാങ്ങുക. കുട്ടിയെ വാങ്ങുന്നത് ഞാൻ, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ശരിയാക്കി തരാം, ഞാൻ ഇത് പഠിച്ച ആളാണ്, ഞാൻ ചെയ്തു തരാം എന്ന് പറയാം. ഈ കുട്ടിയേക്ക് വാങ്ങുക. ഈ വാങ്ങിയിട്ട് ഈ കുഞ്ഞിനെ ഒരു കാല് അപ്പുറം ഇപ്പുറമാക്കി ഇടത്തെ കയ്യിലിങ്ങനെ കിടത്തുക. ഇടത്തെ കയ്യിൽ കിടത്തുമ്പോൾ വായും മൂക്കും മൂടാതെ ഈ രണ്ട് വിരലും ഇവിടെ പിടിക്കുക. നോക്കുക, ഈ രണ്ട് വിരലിങ്ങനെ പിടിക്കുക. ഇങ്ങനെ കിടത്തുമ്പോൾ ഇവരുടെ കുഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പടക്കും. ഈ കാല് ഈ കക്ഷത്തിൽ ഇറുക്കി പിടിക്കുക. ഇപ്പൊ കുട്ടി താഴെ വീഴില്ല എന്ന് ഉറപ്പായി. അതിനുശേഷം നമ്മൾ ഒരു മുട്ട് കുത്തി മറ്റേ മുട്ടിന്റെ സപ്പോർട്ടോടുകൂടി ഈ കുട്ടിയെ ഇങ്ങനെ ചെരിച്ച് കിടത്തുക. ചെരിച്ച് കിടത്തിയ ശേഷം ഒരു 5 തവണ പുറത്തിങ്ങനെ തട്ടിക്കൊടുക്കുക, മുമ്പോട്ട് തട്ടിക്കൊടുക്കുക. 1 2 3 4 5. ഈ തടവലല്ല, അല്ല അടിക്കലുമില്ല, തട്ടിക്കൊടുക്കുക മുമ്പിലോട്ട്. 1 2 3 4 5. എന്നിട്ട് അടുത്ത കയ്യിൽ ഈ കുഞ്ഞിനെ തിരിച്ചു കിടത്തുക. ഈ കാല് അപ്പുറം ഇപ്പുറം വെക്കുക. ഒരു കാലം ഇവിടെ ഇറുക്കി പിടിക്കുക. ഈ വലത് കാലിന് അടുത്ത കാലിന് സപ്പോർട്ടിൽ ഈ ചെറുതി കിടത്തിയിട്ട് ഈ 2 വിരൽ ഉപയോഗിച്ച് ഇവിടെ നമ്മൾ നേരത്തെ CPR കൊടുക്കാൻ ഒരു ലൈൻ കാണിച്ചു തന്നില്ലേ, ആ പോയിന്റിൽ 2 വിരൽ വെച്ചിട്ട് 1 2 3 4 5 തവണ കൊടുക്കുക. 5. വീണ്ടും ഈ കുട്ടിയെ ഇതേപോലെ ഇവിടെ തിരിച്ചു കിടത്തുക, ഇവിടെ ഇറുക്കി പിടിക്കുക. എന്നിട്ട് ഈ മുട്ടിന്റെ സപ്പോർട്ടോടുകൂടി 1 2 3 4 5. എത്ര സമയമാകുമ്പോഴത്തേനും വായിലുള്ള ഈ തൊണ്ടയിൽ കുടിക്കുക, പാല് പുറത്തേക്ക് വരും. കുട്ടി അത് ഛർദ്ദിച്ച് പുറത്തേക്ക് പോകും. എന്തായാലും അതിനുശേഷം ഡോക്ടറെ അടുത്ത് എത്തിച്ചേ പറ്റും. ഇതുകൊണ്ട് നിർത്താൻ പാടില്ല. ഇത്രയും ചെയ്താൽ ആ കുഞ്ഞ് രക്ഷപ്പെടും.